ഇത് മടപ്പള്ളി കോളേജ് കപ്പള്ളിപ്പൊയിൽ PMRY പദ്ധതി പ്രകാരമുള്ള റോഡ്. NH17 നിന്നും 5 മിനിറ്റ് നടക്കാൻ ദൂരം. ഇവിടെ നിന്നും തുടങ്ങുന്നു മിഡ്വേ റോഡ്. 20 വർഷം മുമ്പ് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു റോഡാണിത്. ഈ റോഡ് ഇന്നും പാതി വഴിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇന്നത്തെ തലമുറ മിഡ്വേ റോഡെന്ന് പേരിട്ടതും. ഈ റോഡിലൂടെ നമുക്കൊന്ന് പോകാം, അത് പോകേണ്ട വഴിയിലൂടെ. ഇവിടെ നിന്നും തുടങ്ങുന്നു ഇതിൻ്റെ ദുരിതം. 4 മീറ്റർ വീതിയുള്ള തുടക്കത്തിൽ നിന്നും 2 മീറ്ററിലേക്ക് ചുരുങ്ങുകയാണ്. കല്ലും മുള്ളും കുണ്ടും കുഴികളും ക്ഷുദ്രജീവികളും നിറഞ്ഞ കാട്ടുവഴികൾക്ക് സമാനമായ പകൽ സമയവും ഇരുട്ടിലേക്ക് ഒരു ഊളിയിടൽ. അതിനുശേഷം പ്രതീക്ഷയുടെ ഇത്തിരി വെളിച്ചം. നിലവിലുള്ള റോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ പാതി വഴിയിൽ പോകാൻ ഇനിയും ബാക്കി. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഒരുപാട് കാലമായി ഈ വഴി കൊണ്ട് പല പ്രാവശ്യം പലരും ഇതിനെ ഉത്സാഹിക്കുകയും ഇറങ്ങുമല്ലെങ്കിൽ ഓരോ തടസ്സം കൊണ്ട് ഇങ്ങനെ നിന്ന് വന്ന് ഇവിടുന്ന് ഒരു അസുഖം വന്നാൽ കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് രാവിലെ പോകാൻ പറ്റുന്നില്ല. കൂടുതൽ രാത്രി 6 മണി കഴിഞ്ഞാൽ ഇടയിൽ കൂടി ഒരു വഴി പോകാൻ ആർക്കും സാധ്യമല്ല. രാത്രി ഒരു അസുഖം വന്നാൽ ഞങ്ങളെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എത്രയും വേഗം നമുക്കൊരു പോകാനുള്ളൊരു വഴി ഉണ്ടാകണം. വെള്ളത്തിലോട്ട് പോകാനാണ്. മാസം ഒരു കൊല്ലത്തെ കിട്ടും. അത് മതി. രോഗികളെല്ലാം എടുത്ത് കൊണ്ടുപോകും. അഭിപ്രായം കൂടുതലല്ലേ? പറയണോ? ഇതാ എൻ്റെ ഈ കാല്
തീർത്തും വരലൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് നടന്നു കൂടെ. ഞാൻ കഴിച്ചു തരണോ കാണണമെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. കഴിക്കടാ. കഴിച്ചോളി. കണ്ടോട്ടെ, ഇതെല്ലാം കണ്ടോട്ടെ, ഇതെല്ലാം അത്യാവശ്യമാണ്. എന്നെ എടുത്തിട്ടാണ് ഇവിടുന്ന് കൊണ്ടുവെക്കുക. ഇനി എടുക്കും, ഇവിടെ ആളില്ല. ഇതേ കണ്ടിട്ടല്ലേ? പിന്നെ ഞാൻ വെള്ളത്തെ കൂടി ഞാൻ എത്ര കാലമായി ഇങ്ങനെ പറയുന്ന, ആരും അനങ്ങുന്നില്ല. പിന്നെ എന്തെന്നാ ഞാൻ ചെയ്യേണ്ടത്? മക്കൾക്കെല്ലാം തന്നെ എടുത്തു കൊണ്ടുപോവാ. അടുത്ത ഘട്ടം തുടങ്ങുകയായി. ഇവിടെ കുഴികൾക്ക് വെള്ളവും ചളിയും കൂട്ട്. ഇവിടെ നിന്നാണ് വഴിയാത്രക്കാർ അധികാരികളോട് കൂപ്പുകൈയോടെ അപേക്ഷിക്കുന്നത്. റോഡില്ലെങ്കിലും നടന്നു പോകാൻ ഒരു വഴിയുണ്ടാക്കി തരുമോ? ഇതൊരു കുഗ്രാമമല്ല. നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന വാഹന ശബ്ദം ഇവിടെ കേൾക്കാം. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ PMRY റോഡിൽ നിന്നും ആരംഭിച്ച് കപ്പള്ളിപ്പൊയിൽ കൊറ്റോത്ത് കട്ടിംഗ് റോഡിൽ പോയി ചേരേണ്ട അതിപ്രാധാന്യമുള്ള ഒരു പൊതുവഴിയാണിത്. ഇവിടെയും സ്കൂൾ കുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, തൊഴിലാളികളും ഉദ്യോഗസ്ഥരുമുണ്ട്, രോഗികളുണ്ട്, ഗർഭിണികളുണ്ട്. ഇവരൊക്കെ എങ്ങനെ മറുകര പിടിക്കും? എന്താണിവിടെ 20 വർഷമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ പ്രദേശം ഇങ്ങനെ മുരടിച്ചു പോകാൻ ആരാണ് ഉത്തരവാദി? അധികാരികളുടെ അലംഭാവമാണോ? സ്ഥലമുടമസ്ഥരുടെ രാഷ്ട്രീയ സ്വാധീനമാണോ? നിശബ്ദരായി നോക്കി നിൽക്കുന്ന നാട്ടുകാരോ? ഇത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഭയമില്ലാതെ നടന്നു പോകാനെങ്കിലും ഒരു വഴി അല്ലെങ്കിൽ ഒരു നടപ്പാത അത് നിർമ്മിച്ചു തരാൻ പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയായ പഞ്ചായത്ത് പ്രസിഡന്റിനോട് അപേക്ഷിക്കുകയാണ് ഇവിടെ ഒരു ജനത. വികസന മന്ത്രം ഉരുവിടുന്ന അങ്ങയുടെ ഭരണസമിതിയും അങ്ങും ഉണ്ടാവില്ലേ ഞങ്ങളെ ഒരു കൈ സഹായിക്കാൻ?